ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ ഭഗവാനിൽ ഭക്തിയില്ലാത്ത മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസകളെ ചെയ്തിട്ട് ധനം സമ്പാദിച്ച് കുടുംബം പോറ്റുന്നു. അങ്ങനെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സംസാരിയായി ജീവിക്കുന്നു. പക്ഷേ ഒരു സെക്കൻഡ് പോലും ഭഗവാനെ ഓർക്കാതെ അങ്ങനെ ജീവിക്കുന്നവരെല്ലാം യാതനാ നരകത്തിൽ ചെന്ന് ചേരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി ആ യാതനാ നരകത്തെ പ്രാപിച്ച് കഴിഞ്ഞെന്തുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിലൂടെ പഠിക്കാൻ പോണത്. ശ്ലോകം 7ഉം 8ഉം. ആദ്യം ശ്ലോകം 7 വായിക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപതമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുവതി ജഠരഖിന്നഃ ജാതബോധഃ അപി അകാണ്ഡേ പ്രസവഗളിത ബോധഃ പീഡയഃ ഉല്ലംഘ്യ ബാല്യം പുനഃ അപി ബത മുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈനഗാദീഹി. ഇതാണ് വാക്കുകൾ. ഇനി അതിനെ കൂട്ടിയോജിപ്പിച്ച് വായിക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപതമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. യുവതി ജഠരഖിന്നോ. ഖിന്നഹ കഴിഞ്ഞ് ജാ വന്നതുകൊണ്ട് ആ വിസർഗം പോയിട്ട് അവിടെ ഓകാരം വന്നു, ഖിന്നോ എന്നായി. യുവതി ജഠരഖിന്നോ. അതുപോലെയാണ് ജാതബോധവും. ജാതബോധോ അപി ബോധഃ വിസർഗം കഴിഞ്ഞ് അപി ആ വന്നപ്പം അത് ഓകാരമായി മാറി. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ. അകാണ്ഡേ എന്ന് പറഞ്ഞാൽ സമയം കഴിയുന്നതിന് മുമ്പ്. പ്രസവഗളിതബോധഃ. ഗളിതം എന്ന് പറഞ്ഞാൽ പോയത്, മറന്നത് എന്നൊക്കെ അർത്ഥം. അപ്പം പ്രസവത്തോടുകൂടി ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് അവിടുത്തെ പീഡകൾ ഒക്കെ അനുഭവിച്ച് 7-ാം മാസം ആകുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് ബോധമുണ്ടാകുന്നു. മായ കൊണ്ട് ആ ബോധം ഗളിതം അത് കഴിഞ്ഞ് ആ ബോധം പോകുന്ന എപ്പോഴാണ്? ബാല്യത്തിൽ, അതായത് ജനിച്ചു കഴിഞ്ഞ് ആ പ്രസവത്തോടു കൂടി ബോധം എല്ലാം അന്ന് വരെ എന്തുണ്ടായോ അതെല്ലാം മറക്കുന്നു. അതാണ് മറക്കുക, ഗളിത എന്ന് പറഞ്ഞാൽ. പ്രസവത്തോടു കൂടി ഗളിക്കുക, പോകുക എന്നർത്ഥം. അപ്പോൾ ഓർമ്മയെല്ലാം പോയിട്ട് ബാല്യത്തിലേക്ക് കടക്കുന്നു പ്രസവത്തോടു കൂടി. ആ പീഡയെല്ലാം ലംഘിച്ച്, ഉല്ലംഘ്യ അതായത് കടന്നു കിട്ടി, എല്ലാ പീഡയും കടന്നു കിട്ടി ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് പുനഃ വീണ്ടും അഭിബത കഷ്ടം. പിന്നെ എന്താ? താരുണ്യകാലേ പിന്നെയും അത് തന്നെ തുടരുന്നു. പിന്നെയും പുനരഭി ജനനം പുനരഭി മരണം തഥൈവ. താരുണ്യകാലം വരുമ്പോൾ
യൗവനകാലം വരുമ്പോൾ വീണ്ടും ആ വിഷയത്തിലേക്കെല്ലാം പോകുന്നു. ഭാര്യയും മക്കളും എല്ലാം ആയിട്ട് ആ പണ്ട് ചെയ്തിരുന്ന എല്ലാ കർമ്മങ്ങളും അതുപോലെ ചെയ്യുന്നു എന്ന് അമ്മയോട് കപില ഭഗവാൻ ഉപദേശിച്ചു. അപ്പം ഇവിടെ യുവതി ജഠര ഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധക പീഡോല്യംഘ്യ ബാല്യം. അതുവരെയുള്ള ആ ഭ്രൂണം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം ആയിട്ട് ആദ്യം ജനിക്കുന്നു. അതിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ വിശദീകരിച്ച് 31-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ അതുമായി ചർത്തം പറയാനൊന്നും നേരെയില്ലാത്തതുകൊണ്ട് ചുരുക്കി ഞാനൊന്ന് പറയാം. അതായത് ഒരു ഭ്രൂണം അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ, ഇത് നമ്മളാരും പറയുന്നതല്ല, ഭാഗവതത്തിൽ പണ്ട് നമ്മളുടെ ഋഷീശ്വരന്മാർ, മൂർത്തികളായിരുന്ന ഋഷീശ്വരൻ പണ്ടെപ്പോഴോ, കാലങ്ങളൊന്നും നമുക്കത് നിർണ്ണയിക്കാനൊന്നും പറ്റില്ല, ജീവനെയും മനസ്സിനെയും ഒന്നും അളക്കാനോ നോക്കാനോ കാണാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇന്നത്തെ മെഷീനുകൾ കൊണ്ട് ഇന്ന് ശാസ്ത്രങ്ങൾ വളർന്ന് ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഭ്രൂണമാകുമ്പോൾ മുതൽ ഉള്ളത് സോണോഗ്രാഫി കൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതിനൊക്കെ എത്രയോ മുമ്പേ നമ്മളുടെ ജ്ഞാനേശ്വരന്മാർ അല്ലെങ്കിൽ ഋഷിമാർ അവരുടെ ജ്ഞാനക്കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഭാഗവതത്തിൽ കപിലമുനി പറയുന്നതായിട്ട് മുഴുവനും അതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു ഭ്രൂണമായി തീരുന്നു, ഒരു മാംസകഷ്ണം. അതിന് 1 മാസം കഴിയുമ്പോൾ തലയുണ്ടാകുന്നു. 2-ാം മാസത്തിൽ കൈയും കാലുമൊക്കെ ഉണ്ടാകുന്നു. 3-ാം മാസമാകുമ്പോൾ നഖം, തോല്, പിന്നെ എല്ല്, രോമം, ലിംഗദ്വാരം ഇതൊക്കെ ഉണ്ടാകുന്നു. 5-ാം മാസത്തിൽ വിശപ്പും ദാഹവും ഒക്കെ ആയ പ്രാണധർമ്മങ്ങൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് 6-ാം മാസത്തിൽ ജരായു എന്ന തോല് കൊണ്ട് ചുറ്റപ്പെട്ട് അത് മാതാവിൻ്റെ വയറ്റിൽ വലതുഭാഗത്തായി ചലിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഒരു ഭ്രൂണത്തിന് ഇത്രയും വ്യത്യാസം 6 മാസങ്ങൾ കൊണ്ട് വരും. 7-ാം മാസത്തിൽ ആ കുഞ്ഞിന് ബോധമുണ്ടാകുന്നു. ബോധഹ പ്രസവഗളിത ബോധഹ, ജ്ഞാനമുണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. അപ്പോൾ ആ 7-ാം മാസം മുതൽ ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അതിനാണിവിടെ ജഠരഖിന്നഹ എന്ന് പറഞ്ഞത്. ഗർഭപാത്രത്തിൽ അനുഭവിക്കുന്ന പീഡകൾ, ദുഃഖങ്ങൾ അത് പറഞ്ഞത്. എന്തൊക്കെയാ ദുഃഖം? മലമൂത്ര വിസർജനം എല്ലാം അതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുംഭം പോലെ, ആ കുംഭത്തിനകത്ത് ചൂടാണ്. നമ്മൾ അടുപ്പ് കത്തിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂട് പെട്ടെന്ന് മാറും. പക്ഷേ ഇതിൽ 24 മണിക്കൂറും ചൂടാണ്. കുംഭം പോലെ ഇരിക്കും അതിനകത്ത്. ഇങ്ങനെ മലമൂത്രത്തിലും അമ്മ കഴിക്കുന്ന ആഹാരങ്ങൾ, പുളി, ഉപ്പ്, ഇതൊക്കെ തുടങ്ങിയ ആഹാരങ്ങൾ, പിന്നെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ചെരിഞ്ഞും കിടക്കുമ്പോഴുണ്ടാകുന്ന പീഡകൾ, പിന്നെ അതിനകത്ത് എന്തെല്ലാമാണ് അനുഭവിക്കുന്ന, മലത്തിലും മൂത്രത്തിലും കിടക്കുന്നു. കൃമികളൊക്കെ ഉണ്ടായിരിക്കും അതിൽ. ഈ കൃമികൾ ഇത് ഒരു പുതിയ ജീവൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ കടിക്കാൻ തുടങ്ങും. അതിനെ കടിക്കുന്ന ആ വേദനയൊക്കെ സഹിച്ച് അതിങ്ങനെ ആ ഗർഭപാത്രത്തിൽ പീഡകളെ അനുഭവിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ വാദം, പ്രസൂതിവാദം എന്നോ അല്ലെങ്കിൽ സൂതികാവാദം എന്നൊക്കെ പറയുന്ന ആ വാദം കൊണ്ട്, അതായത് പ്രസവ സമയത്ത് ആ സൂതികാവാദം കൊണ്ട് ആ പ്രഷർ കൊടുത്ത് പുഷ് ചെയ്ത് ഫോഴ്സോട് കൂടിയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ആ വേദന കൂടി അനുഭവിക്കുമ്പം അതുവരെ നടന്നതെല്ലാം മറന്നു പോകുന്നു എന്നാണ് പ്രസവഗളിതബോധക എന്ന് പറഞ്ഞത്. ഇനി അതിനകത്ത് അതുവരെ അത് അനുഭവിക്കുമ്പോഴോ ഈ വേദനയൊക്കെ വരുമ്പോഴും അത് 2 കൈയും കൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ ഭഗവാനാണെങ്കിലോ തൻ്റെ മായ കൊണ്ട് ഒരു സിനിമ കാണിക്കുന്നത് പോലെ ആ കുഞ്ഞ് ആ ജന്മം വരെ അതുവരെ എന്തെല്ലാം അനുഭവിച്ചോ അതൊരു സിനിമ കാണിക്കുന്ന പോലെ കുഞ്ഞിനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ പീഡകളും ആ ദുഃഖങ്ങളും ആ വിഷമങ്ങളും കണ്ടിട്ട് അയ്യോ ഇനി എനിക്ക് ഭൂമിയിലേക്ക് വരണ്ട, ഇനി ഒരിത് വേണ്ട, ഞാൻ എപ്പോഴും ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോളാം, എനിക്കിനി പുറത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നു. ചില അമ്മമാരെ കുഞ്ഞ് അലസിപ്പോകുമ്പം കരയുന്നു. കരയേണ്ട ഒരു കാര്യവുമില്ല. ആ ജീവന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് 2 കയ്യും കൂപ്പി പ്രാർത്ഥിക്കുന്നെന്നാണ് പറയുന്ന, ഭഗവാനെ ഇനി എനിക്കിങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നും തരരുതേ എന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രാരബ്ധങ്ങൾ കഴിഞ്ഞുപോയി എങ്കിൽ ഭഗവാൻ അതിനോട് തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ആ കുഞ്ഞ് പോകുന്നത്. അതിന് കരയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനി ഭൂമിയിൽ പ്രാരബ്ധങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, മുക്തി നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഒക്കെയാണ്, ഇത് ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതാണ് ആ ഭ്രൂണത്തിൻ്റെ അവസ്ഥകൾ, അല്ലാതെ നമ്മളാരും ഒന്നും പറയുന്നതല്ല. അപ്പോൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ 4-ാം അധ്യായത്തിൽ അടുത്ത് വരുന്ന കാര്യങ്ങൾ അതും പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഋഷീശ്വരന്മാർ, ജ്ഞാന യോഗികളായ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന് മിഷ്യൻ കൊണ്ട് കാണിക്കുന്നതൊക്കെ പണ്ടേ ഋഷീശ്വരന്മാർ ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പം ആ മലമൂത്ര ഇതായ ആ ഇതിൽ കിടന്ന് പുഴുവിൻ്റെ കടിയും കൊണ്ട് അങ്ങനെ അവസാനമായി തലകീഴായി കിടക്കേണ്ടി വരുന്നു അല്ലേ? പ്രസവ സമയമാകുമ്പം തല താഴെയും കാല് മുകളിലുമായിട്ടാണ് കിടക്കുന്നത്. അതിനകത്തും എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്നും കണ്ടുപിടിക്കാനോ അറിയാനോ പറ്റില്ല. അങ്ങനെ വയ്ക്കുന്ന ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും പഴയ പോലെ ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പം അത് കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നുണ്ട്. പൂർവ്വ ജന്മത്തിൽ എന്തായിരുന്നു അതെല്ലാം അത് മറന്നു പോകുന്നു. പിന്നെയും ബാല്യകാലത്തിൽ എന്തെല്ലാം പീഡകൾ അനുഭവിക്കുന്നത്, ബാലപീഡകൾ. പിന്നെ അമ്മമാർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആയമാരെ വെക്കും, ആയമാർ വല്ലതും കൊടുത്തെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിലില്ല. വിശപ്പും ദാഹവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ച് ബാല്യകാലം കഴിഞ്ഞു കൂടുന്നു. അത് കഴിയുമ്പോൾ അത് യൗവനഭാഗത്തിലേക്ക് വരുമ്പോൾ പിന്നെയും പണ്ടത്തെ പോലെ തന്നെ സംസാര ഇതിൽപ്പെട്ട് വീണ്ടും പഴയ ജോലി തന്നെ തുടരുന്നു. അതാണ് പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം. വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധക പീഡയോല്ലംഘ്യ ബാല്യം. പീഡയോല്ലംഘ്യ ബാല്യം, ഉല്ലംഘ്യം എന്ന് പറഞ്ഞാൽ കടന്നുകൂടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ബാല്യത്തിലേക്ക് കടക്കുന്നു അല്ലേ? പ്രസവം കഴിയുമ്പോൾ ഗളിതം മറക്കുക, പോകുക എന്നൊക്കെ അർത്ഥം. അങ്ങനെയായി പ്രസവത്തോടുകൂടി, പ്രസവത്തിന് മുമ്പ് 7-ാം മാസത്തിലാണ് ബോധം വന്നത്, ജ്ഞാനമുണ്ടായത്, അറിവ് വരുന്നത്. അന്നേരമാണ് ദൈവ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രസവത്തോടുകൂടി അതെല്ലാം മറന്നു പോകുന്നു. എന്താണ് അവിടെ വെച്ചുണ്ടായത് ഒന്നും ഓർമ്മയില്ല, അത് മറന്നു പോകുന്നു, പിന്നെയും പഴയതുപോലെ തുടരുന്നു എന്ന് അർത്ഥം. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്കൊന്നർത്ഥം നോക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധക പീഡയോല്ലംഘ്യ ബാല്യം പുനരവിബത മുഹ്യത്യേവതാരുണ്യകാലേ. വ്യത എന്ന് പറഞ്ഞാൽ കഷ്ടം, ഇതൊക്കെയാണ് അവിടെ അനുഭവിക്കുന്നത് എന്നാണ്. കപിലതനുരിതിത്വം ദേവഹൂതീനഗാദി. ഭഗവാനായ കപിലദേവൻ ഇങ്ങനെയൊക്കെ തൻ്റെ മാതാവിനോട് ഉപദേശിച്ചു. അപ്പോൾ ഗർഭസ്ഥനായിരിക്കുന്ന ശിശു മാതാവിൻ്റെ ജഠരത്തിൽ കിടന്ന് പല പദാർത്ഥങ്ങളെ കൊണ്ടും മാതാവ് ചെയ്യുന്ന പല കാര്യങ്ങളെ കൊണ്ടും മലമൂത്ര വിസർജനാദികൾ കൊണ്ടും ഒക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതിനാണ് ഇവിടെ ജഠരഖിന്നം എന്ന് പറഞ്ഞത്. ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് താൻ ആ ദുഃഖങ്ങളെയൊക്കെ നിവർത്തിക്കാൻ വേണ്ടി അശക്തനായിരിക്കുമ്പോൾ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളെ ഓർക്കുന്നു, പൂർവ്വസ്മരണയുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ആണ് താനിതൊക്കെ അനുഭവിക്കുന്നതെന്നും ജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി താൻ സുഹൃതങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നും
കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പക്ഷേ അപ്പോഴാണ് ബോധമായി വരുന്നത് 7-ാം മാസത്തിൽ. എന്നാൽ പ്രസവ സമയത്തുള്ള വായുസ്പർശം കൊണ്ട്, ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞത് സൂതിവാതം, അതായത് പ്രസവ സമയത്തുണ്ടാകുന്ന പുഷ് ശക്തി കൊണ്ട്, കാറ്റുകൊണ്ട് അല്ലേ, ഫോഴ്സിലാണല്ലോ കുട്ടി പുറത്തേക്ക് വരുന്നത്. ആ ഫോഴ്സ് കൊണ്ട് അതുവരെ ഉണ്ടായതെല്ലാം മറന്നു പോകുന്നു. അപ്പം അതെല്ലാം മറന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാനും ആഗ്രഹിച്ചതൊക്കെ സാധിക്കാനും വേണ്ടി സാമർഥ്യക്കുറവ് കൊണ്ട് ബാല്യം കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാം അനുഭവിച്ച് കഴിഞ്ഞ് ബാല്യകാലം കഴിഞ്ഞ് കുട്ടി യൗവനത്തിലെത്തുന്നു. അപ്പം മായയുടെ മോഹാവേശം കൊണ്ട് അകപ്പെട്ട മോഹത്തിൽപ്പെട്ട് വീണ്ടും വിഷയാസക്തനായി തീരുന്നു. അപ്പം ഇതെന്തൊരു കഷ്ടം എന്നാണ് ബത എന്ന് പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെ കപിലനായി അവതരിച്ച ഭഗവാൻ തൻ്റെ അമ്മയോടായി പറഞ്ഞു, യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധക പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപതമുഖ്യത്യേവതാരുണ്യകാലേ കപിലതനിരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. അടുത്ത ശ്ലോകം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. ഇവിടെ സുരഗണയാജി യജ്ഞങ്ങൾ, കുറേ യജ്ഞങ്ങളുണ്ട്. അതിൽ പിതൃയജ്ഞം, ഭൂതയജ്ഞം, ദേവയജ്ഞം, പിന്നെ അതിഥിയജ്ഞം, നൃയജ്ഞം എന്നൊക്കെ പറയും. ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞത്തെയാണ് ഋഷിയജ്ഞം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്ത് യജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ യജിക്കുന്നവൻ യാജ്ഞി. അപ്പോൾ ഇവിടെ ഗണയാജി, യാജി എന്നാണ് പറഞ്ഞത്, യജിക്കുന്നവൻ യാജി. പിതൃയജ്ഞം അതായത് ശ്രാദ്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ദേവയജ്ഞം, ദേവന്മാർക്കുള്ള പൂജകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ദേവന്മാരെ കൂടി കൂട്ടി ദേവഗണം എന്നാക്കി. സുരഗണങ്ങൾ എന്ന് പറയാൻ ദേവസമൂഹം. അപ്പോൾ ആ ദേവസമൂഹത്തെയൊക്കെ യജിച്ച് പൂജ ചെയ്ത് ധാർമ്മികമായിട്ട് ഒരു ഗ്രഹസ്ഥൻ, യോ ഗ്രഹസ്ഥക, ഏതൊരു ഗ്രഹസ്ഥനാണോ, സച നിപതതി കാലേ, നിപതതി കാലം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത്, മരണസമയത്ത് എന്താ ചെയ്യുന്ന, മരണകാലത്തിൽ ദക്ഷിണാധ്വോപഗാമി, ദക്ഷിണ ദിക്കിലേക്ക് ഗമിക്കുന്നു എന്ന് പറഞ്ഞാലോ, ദക്ഷിണായനം, തെക്കേ ദിക്കിലേക്ക് പോകുന്നു എന്നർത്ഥം. അപ്പം ഇവിടെ പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥക, ധാർമ്മികമായിട്ട് ഗൃഹസ്ഥാശ്രമമൊക്കെ ചെയ്ത് കാലമാകുമ്പോൾ മരണകാലത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ആ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും, ആ ദക്ഷിണ കാലത്ത് ചെല്ലുന്നവൻ സ്വർഗത്തിൽ പോകുന്നു, അവിടുന്ന് പിന്നെയും വീണ്ടും വന്ന് അവൻ്റെ ഇതെല്ലാം കാമങ്ങളൊക്കെ തീരാതെ വരുമ്പം തിരിച്ചു വന്ന് വീണ്ടും ജനനമെടുക്കുന്നു, വീണ്ടും അതേ കാമം തുടരുന്നു. അഥവാ മൈ നിഹിതം അകാമം, അത് ഫലേച്ഛ കൊണ്ടാണ് ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നവൻ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി, ഫലങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിച്ചാണ് യജ്ഞങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നത്. അതേസമയം ഭഗവാനിൽ തന്നെ നിഹിത അകാമം, ഫലേച്ഛ കൂടാതെ ഒന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നവൻ
തൂ ഉദക് പദാർത്ഥം, തൂ ഉദക് പദാർത്ഥം, അതായത് വടക്ക് ദിക്കിലേക്ക് പോകുന്നു, ഉത്തരമാർഗത്തിലേക്ക്, ഉത്തരായണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഉത്തരായണത്തിലേക്ക് പോകുന്നവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗ്രഹസ്ഥഃ സച നിപതതി കാലേ, അവൻ നിപതതി കാലേ മരണകാലത്ത് ദക്ഷിണോദ്വോപഗാമി മൈ നിഹിതമകാമം കർമ്മതൂതക് പദാർത്ഥം കപിലതനിരിതിത്വം ദേവഹുത്തീനഗാദീഹി. ഫലേച്ഛയോടുകൂടി പിതൃഗണങ്ങളെയും ദേവഗണങ്ങളെയും പൂജിക്കുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ ആ അനുഷ്ഠാനത്തിൻ്റെ ഫലങ്ങളാകുന്ന പുണ്യങ്ങളെ കൊണ്ട് ധൂമാദിമാർഗം, ഇവിടെ ധൂമാദിമാർഗം എന്ന് പറഞ്ഞാൽ ദക്ഷിണമാർഗം തന്നെയാണ്, തെക്കേ ദിക്കെന്നർത്ഥം. ദക്ഷിണായന മാർഗം വഴി സ്വർഗത്തെ പ്രാപിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ചെന്നിട്ടോ തൻ്റെ സുഹൃത്ത അവസാനം വരെ സ്വർഗം അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ വീണ്ടും വരുന്നു. അതാണ് പുനരഭി ജനനം. അപ്പോൾ തൻ്റെ പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ച് മനുഷ്യ ജന്മം എടുക്കുന്നു. വീണ്ടും ഒരു ഗർഭപാത്രത്തിൽ വന്ന് വീഴുന്നു. അവിടെ ഇരുന്ന് അവിടുത്തെ പീഡകളൊക്കെ അനുഭവിച്ച് പുറത്തേക്ക് വന്ന് പുനരഭിമരണം, പുനരഭിജനനം. അപ്പോൾ പക്ഷേ ഫലേച്ഛ കൂടാതെ മൈ നിഹിതം അകാമം, എന്നിൽ തന്നെ നിഷ്കാമകർമ്മം ചെയ്യുന്നവൻ, നിഷ്കാമകർമ്മം ചെയ്യുന്നവൻ വടക്ക് ദിക്കിലേക്ക് പോകുന്നു. വടക്കേ ദിക്കെന്ന് പറയുന്ന ഉത്തരായന മാർഗം. അപ്പോൾ അത് പുണ്യകർമ്മങ്ങളോട് കൂടിയവൻ്റെ ആത്മാവ് വടക്ക് ദിക്കിലേക്ക് പോയി ഭഗവാനിൽ ചെന്ന് ചേരുന്നു. എന്നിൽ തന്നെ, മൈ എന്ന് പറഞ്ഞാൽ എന്നിൽ വന്ന് നിത്യമുക്തി അടയുന്നു, മോക്ഷം ലഭിക്കുന്നു എന്ന് ഇപ്രകാരം കപില ഭഗവാനായ ഭഗവാൻ അമ്മയോട് പറഞ്ഞു. അപ്പം പിതൃസുരഗണയാജീ ധാർമ്മികോയോ ഗ്രഹസ്ഥഃ സച നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മൈ നിഹിതമകാമം കർമ്മതൂതക് പദാർത്ഥം. അത് പിരിച്ച് പറഞ്ഞു തന്നില്ല അല്ലേ? പിതൃസുരഗണയാജി ധാർമ്മികോ ഒന്നുമില്ല പിരിക്കാൻ. ദക്ഷിണഃ അദ്വോപഗാമി, സംസാരിയായി തീരുന്നതിന് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. അപ്പം ദക്ഷിണ ഉദ്വോപഗാമി, ദക്ഷിണ ദിക്കിലേക്ക് ഗമിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഭൂതയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, ഋഷിയജ്ഞം ഇതൊക്കെ ചെയ്ത് പോകുന്ന ആൾക്കാർ അവർ ഒരു ഫലേച്ഛയോടുകൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറച്ചിലൊക്കെ അനുസരിച്ച് സ്വർഗത്തിൽ പോയി അവിടുത്തെ ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കുന്നു. അല്ലാതെ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന, അതായത് നിഷ്കാമകർമ്മ ചെയ്യുന്ന ആളാണെങ്കിൽ ഭഗവാനിൽ തന്നെ എത്തിച്ചേരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ധൂമാദിമാർഗം വഴിയുള്ള സ്വർഗപ്രാപ്തിയുടെ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് പറയുകയാണ്. കാമ്യകർമ്മത്തെ ചെയ്ത്, കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഫലേച്ഛയോടുകൂടി ഒരു ജീവൻ പ്രാരബ്ധകർമ്മങ്ങളുടെ അവസാനത്തിൽ നമ്മുടെ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലിംഗശരീരം കൊണ്ട് നിർഗമിക്കുന്നു. എന്നിട്ടോ അങ്ങനെ നിർഗമിക്കുന്ന ജീവനെ ധൂമാഭിമാനിയായിരിക്കുന്ന ദേവത കൊണ്ടുപോയി രാത്രിയാഭിമാനിയായിരിക്കുന്ന ദേവതയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ആ ദേവത കൃഷ്ണപക്ഷ അധിഷ്ഠാന ദേവതയെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ആ ദേവത പിതൃലോക മാർഗത്തിൽ കൂടെ ആകാശത്തിൽ ചന്ദ്രൻ്റെ സമീപത്ത് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് സുഹൃത്ത അവസാനം വരെ സ്വർഗവും അനുഭവിച്ച് ഭൂമിയിലേക്കുള്ള പതനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആകാശമാർഗത്തിലും അവിടെ നിന്ന് വായുമാർഗത്തിലും അവിടെ നിന്ന് തെക്കേ ദിക്കിലേക്കും പിന്നെ അവിടെ നിന്നും മേഘമാർഗത്തിലും ക്രമേണ ഓഷധികളിലും പതിക്കുന്നു. ഓഷധി എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ.
അപ്പോൾ സസ്യജാലങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പം അത് അന്നമായിട്ട് നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നു. അങ്ങനെയാണല്ലോ നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നതും ഓരോരോ ജോലികൾ ചെയ്യാനൊക്കെ നമുക്ക് ഇതുണ്ടാകുന്നത്. അപ്പം അത് ഓഷധികളിൽ നിന്നും അന്നമായി ഭവിച്ച് പിന്നെ രേതസ്സായി തീരുന്നു. ആ രേതസ് എന്ന് സ്ത്രീ യോനിയിൽ ഗമിച്ച് ശരീരിയാകുന്നു. അതായത് ആ ഭ്രൂണ അവസ്ഥ ഒരു കുഞ്ഞായി മാറി ശരീരം ഉണ്ടായി. അങ്ങനെ അവിടെ പുണ്യശേഷം കൂടിയിരുന്നാൽ ബ്രാഹ്മണ യോനിയിൽ നല്ലൊരു യോനിയിൽ ചെന്ന് വീഴുന്നു. അല്ല പാപമാണ് കൂടുതൽ അവിടെയും അനുഭവിച്ചതെങ്കിൽ അധികമായാൽ അത് ചണ്ടാല യോനിയിലും ചെന്ന് ജനിക്കുന്നു. അപ്പം അർച്ചിരാദി മാർഗത്തിൽ കൂടെയുള്ള ഗമനപ്രകാരം 4-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ 4-ാം അധ്യായത്തിൽ 4-ാമത്തെ ദശകത്തിലുണ്ട്. നമുക്ക് പുറകോട്ട് പോകാൻ സമയമില്ല. 4-ാം അധ്യായം വായിച്ചു നോക്കുക, അവിടെ ശരിക്കും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ 2 ശ്ലോകങ്ങളും ഒരിക്കൽ കൂടി വായിക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിവതമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്തീനഗാദീഹി. അതിൻ്റെ അർത്ഥം ഗർഭസ്ഥനായിരിക്കുന്ന ശിശു ഭുക്തങ്ങളായ അല്ലെങ്കിൽ മാതാവ് അനുഭവിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെ കൊണ്ടും മലമൂത്ര വിസർജാദികളിലും ഒക്കെ ഖേദത്തോടുകൂടി ദുഃഖങ്ങളെ നിവർത്തിക്കാൻ അശക്തനായിരിക്കുമ്പോൾ താൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ പൂർവ്വസ്മരണ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമാണ്, അതായത് 7-ാം മാസത്തിൽ ഉണ്ടാകുന്നു. താനിപ്പോൾ അനുഭവിക്കുന്നത് ഇന്നും മേലിൽ ജന്മമുണ്ടാകുന്നതിന് വേണ്ടി സുഹൃതങ്ങൾ മാത്രമേ ഇനി ചെയ്യുള്ളൂ എന്നൊക്കെ കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ബോധമുണ്ടാകുന്നു. ആ ബോധമുണ്ടാകുമ്പോൾ പ്രസവ സമയത്തുണ്ടാകുന്ന സൂതികാവാദം കൊണ്ട്, ആ ഫോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ആ വായുവിൻ്റെ സ്പർശം കൊണ്ട് അനേക ജന്മങ്ങളാൽ സമ്പാദിച്ച എല്ലാ വിഷയങ്ങളും മറന്നുപോകുന്നു, നഷ്ടമായിട്ട് പോകുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടതിനെ ചെയ്യാനും അനിഷ്ടത്തെ നിവർത്തിക്കാനും വേണ്ടി സാമർഥ്യക്കുറവ് കൊണ്ട് ബാല്യകാലം കഴിച്ചു കൂട്ടുന്നു ദുഃഖത്തോടെ. അത് കഴിഞ്ഞ് ഏതെങ്കിലും വീണ്ടും അവൻ യൗവനം പ്രാപിക്കുമ്പോൾ, താരുണ്യകാലേ യൗവനം പ്രാപിക്കുമ്പോൾ പഴയതെല്ലാം വീണ്ടും തുടരുന്നു. മായയുടെ പ്രവാഹത്തിൽ അകപ്പെട്ട് വിഷയാസക്തനായി വീണ്ടും ഭവിക്കുന്നു. അപ്പോൾ ഇതെത്രയോ കഷ്ടമാണ് എന്ന് മേൽപ്പത്തൂർജി പറഞ്ഞിരിക്കല്ലയോ ഭഗവാനെ, കഷ്ടം കഷ്ടം ബത എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിങ്ങനെ കപില ഭഗവാനായി അവതരിച്ച അവിടുന്ന് സ്വമാതാവിനായി ഉപദേശിച്ചു. അടുത്ത ശ്ലോകം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗ്രഹസ്ഥഃ സച നിപതതി കാലേ പതിക്കുക. നിപതതി കാലേ എന്ന് പറഞ്ഞാൽ മരണകാലത്തിൽ ദക്ഷിണോദ്ഭവഗാമി മയി നിഹിതം അകാമം നിഷ്കാമകർമ്മം, ഒരു ഫലവും ഇച്ഛിക്കാതെ കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീഹി. ഫലേച്ഛയോടുകൂടി പിതൃഗണങ്ങളെയും ദേവഗണങ്ങളെയും ഒക്കെ പൂജിക്കുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ ആ അനുഷ്ഠാനത്തിൻ്റെ ഫലങ്ങളാകുന്ന പുണ്യങ്ങളെ കൊണ്ട് ധൂമാദിമാർഗം ദക്ഷിണായന മാർഗം വഴി സ്വർഗത്തെ പ്രാപിക്കുന്നു. എന്നാൽ തൻ്റെ സുഹൃതി അവസാന കാലം വരെ സുഹൃതികൾ അല്ലെങ്കിൽ സുഹൃത അവസ്ഥ അവസാന കാലം വരെ സ്വർഗത്തിൽ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ പതിച്ചിട്ട് വീണ്ടും തൻ്റെ പുണ്യപാപങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ച് മനുഷ്യജന്മമെടുക്കുന്നു. അപ്പം വീണ്ടും ഒരു ജന്മം പാടില്ല, മുക്തിയാണ് വേണ്ടത് നമുക്ക്. പക്ഷേ ഫലേച്ഛ കൂടാതെ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളോടുകൂടി ഉള്ള അവൻ്റെ ആത്മാവ് ഉത്തരായണ മാർഗം പോയി ഭഗവാനിൽ തന്നെ എത്തിച്ചേർന്ന് നിത്യമുക്തനായി തീരുന്നു എന്ന് കപില ഭഗവാൻ
ദേവഹൂതിയോട് പറഞ്ഞു എന്ന രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം കൂടി രണ്ടും കൂടി വായിക്കാം. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധക പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപതമുഖ്യത്യേവതാരുണ്യകാലേ കപിലതനിരിതിത്വം ദേവഹൂത്യേനഗാദീ പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗ്രഹസ്ഥ സ ച നിപതതി കാലേ ദക്ഷിണാദോപഗാമി മയി നിഹിതമകാമം കർമ്മദൂതപദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദീ. ഇത് ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.